നമസ്കാരം. 2025 സെപ്റ്റംബറിൽ ഭാരതത്തിൻ്റെ ചൊവ്വ മഹാദശ ആരംഭിക്കുകയായി. 7 വർഷത്തേക്കാണ് ചൊവ്വയുടെ മഹാദശ. അപ്പോൾ ഭാരതത്തിൻ്റെ ജാതകത്തിൽ മിഥുനത്തിൽ ആണ് ചൊവ്വ ഇരിക്കുന്നത്. അതായത് ഇടവം ലഗ്നമാണ്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ജാതകം എന്നത് ഇടവം ലഗ്നത്തിലാണ് ഉദിക്കുന്നത്. ചൊവ്വ മിഥുനം രാശിയിൽ 2ാം ഭാവത്തിലാണ്. അപ്പോൾ ചൊവ്വയുടെ ഒരു ദൃഷ്ടി ധനുവിലേക്കുണ്ട്. ലഗ്നത്തിൽ രാഹു ഉള്ള ജാതകമാണ് ഭാരതത്തിൻ്റെ. ഒരു രാഷ്ട്രത്തിൻ്റെ ലഗ്നത്തിൽ രാഹുവിനെ പോലെയുള്ള ഒരു ഗ്രഹം വരുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഒരു ധാർമ്മികതയെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലഗ്നത്തിലെ രാഹുവാണ് ഇവിടെ ഒരു സെക്യുലറിസം എന്നത്, മതേതരത്വം എന്നൊരു കാര്യത്തിനൊക്കെ ഒരു കാരണക്കാരൻ എന്നത് ലഗ്നത്തിലെ രാഹുവാണ്. രാഹുവിനെ പോലുള്ളൊരു ഗ്രഹം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലീജിയനെ പറ്റി, മതത്തെപ്പറ്റി ലഗ്നത്തിലേക്ക് വരുമ്പോൾ, കാരണം ലഗ്നത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് ഒരു ത്രികോണ ഭാവങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. ഗോചരത്തിൽ ഗ്രഹങ്ങൾ ത്രികോണ ഭാവത്തിലൂടെ വരുമ്പോഴും അത് സ്വാധീനിക്കുന്നതാണ്. പ്രത്യേകിച്ച് 1, 5, 9 എന്നത് ധാർമ്മികതയാണ്. അപ്പോൾ ഇവിടെ ഇടവം ലഗ്നമായതുകൊണ്ട് 9ാം ഭാവം എന്നത് മകരം തന്നെയാണ്. അപ്പോൾ ആ മകരത്തിൻ്റെ അധിപൻ ശനിയാണ്. അതുകൊണ്ട് 9ാം ഭാവാധിപൻ ആയിട്ടുള്ള ശനി ഭാരതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇവിടെ ഒരു ത്രികോണ സംബന്ധം ഈ 9ാം ഭാവവുമായിട്ട് രാഹു വയ്ക്കുന്നുണ്ട്. പിന്നെ രാഹുവിനെ പോലെയുള്ളൊരു പാപഗ്രഹമാണ് ലഗ്നത്തിലിരിക്കുന്നത് എന്നത് പലപ്പോഴും ഒരു സ്ഥിരതയില്ലായ്മ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വയുടെ മഹാദശ വരുമ്പോൾ 2ാം ഭാവം മിഥുനമായതുകൊണ്ട് ഒരു ജനറൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചൊവ്വ യുവാക്കളെ സൂചിപ്പിക്കുന്ന ഗ്രഹം കൂടിയാണ്. യുവത്വം കാണിക്കുന്ന, അതായത് ഒരു വ്യക്തിയുടെ അത് ഒരു രാഷ്ട്രത്തിൻ്റെ അല്ല ഒരു വ്യക്തിയുടെ കാര്യം പറയുമ്പോഴും യുവത്വത്തിനൊരു കാരണം ഇത് ചൊവ്വ കൂടിയാണ്. അതായത് ആ ഒരു ഹെൽത്തി ആയിട്ടിരിക്കാനും ആരോഗ്യം കൊണ്ട് യുവത്വം ഉള്ളതായിട്ട് മാറാൻ, അതായത് നല്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരാൾ എങ്ങനെ ഒരു യുവാവിനെ പോലെ ഇരിക്കുന്നു, അങ്ങനെ ഒരു ചൊവ്വ അതിനെ കൂടി പ്രതിനിധീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബുധൻ യുവത്വത്തെ കാണിക്കുന്നുണ്ട്, ശുക്രൻ സൗന്ദര്യത്തെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും ചൊവ്വ എന്നത് ആ ഒരു തേജസ്സാണ്, എടുപ്പാണ്, ധൈര്യമാണ്, മാത്രമല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു യുവാവിനെ പോലെയുമാണ്. നല്ല എനർജിയുള്ള ഒരു യുവാവിനെ പോലെയാണ്. യുവാക്കളെ സൂചിപ്പിക്കുന്നുമുണ്ട് ചൊവ്വ. അപ്പോൾ ഈ ഒരു ദശ വരുമ്പോൾ ഭാരതത്തിലെ യുവാക്കൾക്കൊരു അവസരം കൊടുക്കുന്ന സമയമായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു ചൊവ്വയുടെ മഹാദശ സമയത്ത് ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ചൊവ്വയുടെ മഹാദശ തുടങ്ങുന്ന സമയത്ത് ശനി മീനത്തിൽ ഗോചരം ചെയ്യുകയാണ്. മീനം എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്, ഫ്രീഡമാണ്, മുക്തിയാണ്, മോക്ഷമാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വയിൽ നിന്ന് 10ാം ഭാവത്തിൽ, അതായത് മിഥുനത്തിൽ നിന്ന് 10ാം ഭാവത്തിൽ ശനി ഗോചരം ചെയ്യുന്നത് കൊണ്ടും ഈ ഒരു ചൊവ്വയുടെ മഹാദശ കാലത്ത് ഒരുപാട് യുവാക്കൾ മറ്റുള്ളവരുടെ കീഴിൽ എനിക്ക് ജോലി ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങി അങ്ങനെ എനിക്ക് വിജയിക്കണം എന്നൊരു തീരുമാനമെടുക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ചൊവ്വയുടെ മഹാദശ ഭാരതത്തിൻ്റെയാണെന്ന് പറഞ്ഞാലും അത് ഭാരതീയർ നമ്മളാണ്. വേദാംബ എന്ന് പറയുമ്പോഴും നമ്മളാണ് ദേശവാസികൾ. അതുകൊണ്ട് ഇത് നമ്മളെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്വാതന്ത്ര്യം എന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യത്തിൽ നിന്നും. അപ്പോൾ ശനിയുടെ മീനത്തിലേക്കുള്ള വരവ് എന്നത് തന്നെ ഒരു ജോലിയിലെ പ്രശ്നങ്ങൾ കൊണ്ടുതരും. പലരും ഇൻഡിപെൻഡൻ്റായിട്ട് എന്തെങ്കിലും ചെയ്യണം, ക്രിയേറ്റീവായിട്ട് ചെയ്യണം. ബുധൻ്റെ രാശിയിൽ ചൊവ്വ ഇരിക്കുന്നത് കൊണ്ട് അത് ക്രിയേറ്റീവാണ്. അപ്പോൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും, മാത്രമല്ല ഒരു ടെക്നിക്കൽ സ്കിൽസിനെ കൂടി കാണിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ എന്നത്. അപ്പോൾ ചൊവ്വയുടെ അഷ്ടമ ദൃഷ്ടി മകരത്തിലേക്കുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും അതുപോലെ 4ാം ദൃഷ്ടി കന്നിയിലേക്കുമുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ചൊവ്വയുടെ മഹാദശ എന്നത് എൻജിനീയറിംഗ് എന്ന ഒരു സെക്ഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഇതിൽ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ വരിക, അങ്ങനെ ഒരു ടെക്നിക്കലി ഒരുപാട് പുരോഗതി കൊണ്ടുവരുന്ന ഒരു സമയമായിരിക്കും ഭാരതത്തിനത്. മിഥുനം എന്ന് പറഞ്ഞാൽ ഒരു വായുതത്വ രാശിയാണ്. അതുകൊണ്ട് ഇവിടെ പലതരത്തിൽ ചൊവ്വ അവിടെ എനർജിയുടെ കാരകഗ്രഹമാണ്, ഊർജത്തിൻ്റെ കാരകഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വ മിഥുനത്തിലിരിക്കുമ്പോൾ അത് വിൻഡ് പവർ, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നതിനെ പറ്റി, അതുപോലെ സൗരോർജ്ജമായാലും കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ആണെങ്കിലും, അതുപോലെ ആണവ ആയുധങ്ങളുടെ ഒരു കാര്യമാണെങ്കിലും, ശരിക്കും ഒരു ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ളൊരു വികസനം പ്രതീക്ഷിക്കാവുന്നതാണ്. ഊർജവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചൊവ്വ ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ആ ഒരു എനർജി റിസോഴ്സസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നല്ല ഉയർച്ചയായിരിക്കും. അത്തരം കോഴ്സുകൾ പഠിക്കാനും
അതുപോലെ അത്തരം ജോലി ചെയ്യുന്ന ആൾക്കാർക്കും വിവിധ എനർജി ഡിപ്പാർട്ട്മെൻറ്റുകൾ, ന്യൂക്ലിയർ പവർ ആയാലും ഇലക്ട്രിക്കൽ പവർ ആയാലും എവിടെയാണെങ്കിലും അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ദശാകാലമാണ്. ബുധൻ്റെ രാശി ആയതുകൊണ്ട് ഇന്നൊവേറ്റീവ് ഐഡിയാസ് ഉള്ള രാശിയാണ് മിഥുനം എന്നത്. അപ്പോൾ അങ്ങനെ നല്ല നല്ല ഐഡിയാസ് വരും യുവാക്കളിൽ നിന്നും. തീർച്ചയായിട്ടും അത് യുവാക്കളിൽ നിന്നാണ് ആ ഒരു നല്ല നല്ല ഐഡിയാസ് വരും. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിലും അതിൻ്റെ ഒരു തുടക്കം ഇപ്പോഴേ കാണുന്നുണ്ട്. അതായത് യുവാക്കളൊന്ന് ജാഗൃതരാവുന്ന സമയമാണ്. ഇത് ടെക്നിക്കൽ സൈഡാണ്. ആയുധ നിർമ്മാണമായാലും ആയുധം കയറ്റുമതി ചെയ്യുന്ന കാര്യമാണെങ്കിലും ഒക്കെ ഒരു വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ വളരെയധികം ഫോക്കസ് ചെയ്യുന്നതുമായിരിക്കും. ഇവിടെ പ്രധാനമായിട്ട് തടസ്സമാവാൻ പോകുന്നത് മിഥുനത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ, മിഥുനം എന്നത് നാച്ചുറൽ സോഡിയാക്കിലെ 3-ാം ഭാവമാണ്, സംസാരത്തിൻ്റെ ഭാവമാണ്, കമ്മ്യൂണിക്കേഷനാണ്. ചൊവ്വ അവിടെ 2-ാം ഭാവത്തിലിരിക്കുമ്പോൾ ഈഗോയ്ക്ക് പുറത്ത് എന്തെങ്കിലും പറഞ്ഞു പോവുക, സംസാരം മൂലം പ്രശ്നത്തിൽപ്പെടുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബുധൻ്റെ മിഥുനം എന്നത് ഈ ഡോക്യുമെൻസിനെ, കോൺട്രാക്റ്റിനെയൊക്കെ കൂടി സൂചിപ്പിക്കുന്നു. ബുധൻ്റെ രാശി അതുകൊണ്ട് വിശദീകരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ എടുത്തു ചാടി എന്തെങ്കിലും കരാറുകൾ ഉറപ്പിക്കുമ്പോഴും സന്ധി സംഭാഷണങ്ങൾ നടത്തുമ്പോഴും, അതായത് സംഭാഷണം എന്നൊരു കാര്യമാണ് ബുധൻ്റെ രാശിയായിട്ടുള്ള മിഥുനം. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ, ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ദീർഘവീക്ഷണമില്ലാതെ എടുക്കുന്ന കരാറുകൾ ഒപ്പിടാനും അത്തരം സംസാരങ്ങളും പിന്നെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമാണെങ്കിലൊക്കെ ചിലപ്പോൾ ഒരു അഗ്രഷൻ്റെ പുറത്ത്, ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കാനും സാധ്യതയുണ്ട്. അതേസമയം ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് ധൈര്യം എന്നത് വളരെയധികം വരുന്നൊരു സമയമാണ്. ഭാരതീയരുടെ ധൈര്യമാണ് ഭാരതത്തിൻ്റെ ധൈര്യം. നമ്മുടെ ഭരണാധികാരികളുടെ ധൈര്യമാണ് നമ്മുടെ ധൈര്യം. അപ്പോൾ ഈ ധൈര്യം വർദ്ധിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ കൂടുതലായിട്ടും ഭാരതത്തിന് അതിൻ്റേതായിട്ടുള്ള നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കൾ എങ്ങനെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നു, അതുപോലെ ഭാരതത്തിന് എന്തൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ നമുക്ക് ഇവിടെ ഒരു സ്വദേശവൽക്കരണം എന്നത് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ചിന്തിക്കുന്നതുമായിരിക്കും. അതായത് നമ്മുടെ തന്നെ പ്രോഡക്ട്സ്, നമ്മുടെ തന്നെ ഒരു മാർക്കറ്റ് എന്ന രീതിയിലും, അതായത് ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള ടെൻഡൻസിയും, പല കാര്യങ്ങളിലും നമ്മൾ സ്വതന്ത്രരാണ് എന്നതും, അതുതന്നെ ആഹാര കാര്യങ്ങളെ പറ്റിയാണെങ്കിലും, അതായത് ആഹാര സാധനങ്ങൾ നമ്മൾ കയറ്റി അയക്കുന്ന ഒരു രീതിയിലേക്കും ഒക്കെ വരാനുള്ളൊരു സാധ്യത ഈ ഒരു ദശ കാണിക്കുന്നു. എന്നാലും എടുത്തു പറയാനുള്ളൊരു കാര്യം എന്നത് ഇടവം ലഗ്നം ആയതുകൊണ്ട് 12-ാം ഭാവാധിപനാണ് ചൊവ്വ, 7-ാം ഭാവാധിപനാണ് ചൊവ്വ, എന്നിട്ട് മിഥുനത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പലപ്പോഴും അഗ്രസീവായിട്ട് ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് മൂലം അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ചൊവ്വ നമ്മുടെ ജാതകത്തിൽ നല്ലതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണമാണ് നമുക്ക് നമ്മുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയും എന്നതും, നമ്മൾ നമ്മുടെ എനർജി വളരെയധികം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയുമെന്നതുമാണ് ഒരു ലക്ഷണം എന്നത്. അതായത് എടുത്തു ചാടി ഒരുപാട് ദേഷ്യമുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ചൊവ്വ വളരെ പോസിറ്റീവാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എവിടെ ദേഷ്യം കാണിക്കണമെന്നത്, ആ ചൊവ്വയുടെ എനർജി മനസ്സിലാക്കണമെങ്കിൽ ഹനുമാൻജിയെ മനസ്സിലാക്കിയാൽ മതി. ഹനുമാൻജിയുടെ കാര്യം പറഞ്ഞാൽ ഹനുമാൻജി എപ്പോഴും പറയുന്നത്, ഞാൻ ശ്രീരാമദാസനാണ്, ശ്രീരാമഭക്തനാണ്. ആരാണ് താങ്കൾ എന്ന് ചോദിച്ചാൽ, രാവണൻ ചോദിച്ചപ്പോഴും എപ്പോഴും അശോകവനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീരത കാണിക്കുമ്പോൾ അവിടെ നിന്നും അക്ഷയകുമാരനും ഒക്കെ വന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞത് ശ്രീരാമദാസനാണ്, സേവകനാണ്. എപ്പോഴും ചൊവ്വ നല്ലതാകുമ്പോൾ നമുക്ക് വളരെയധികം വിനയത്തോടു കൂടി പ്രഭുവിൻ്റെ ചരണങ്ങളിലാണ് നമ്മൾ, ഭഗവാന്റെ ചരണങ്ങളിലാണ്, ദാസരാണ് എന്നതും ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. വിനയം എന്നതൊരു ലക്ഷണമാണ്. പക്ഷേ ആ ഒരു ധൈര്യം എന്നതും, എവിടെ ആ ധൈര്യം പ്രകടിപ്പിക്കണമെന്നതും, ധാർമ്മികമായിട്ട് എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കണം ചെയ്യണം എന്നതും ഒക്കെ ഹനുമാൻജി ഓരോ ഘട്ടങ്ങളിലായിട്ട് ഹനുമാൻജി കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹം സ്വന്തം പരിചയം അതുലിത ബലധാമം ഹേമശൈലാഭദേഹം എന്ന് അദ്ദേഹം ഒരിക്കലും പറയാറില്ല. ഞാൻ ഇന്നതാണ് എന്നൊരിക്കലും പറയാറില്ല. കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം രാവണനെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ചൊവ്വ എന്നത് അങ്ങനെയാണ്, പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ഭാരതത്തിൻ്റെ ചൊവ്വയുടെ മഹാദശ എന്ന് പറയുമ്പോൾ ഭാരതീയരെ അത് ബാധിക്കുന്നതാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ മഹാദശ എന്ന് പറയുമ്പോൾ അത് നമ്മളാണ് അവിടെ താമസിക്കുന്നത്. രാഷ്ട്രം എന്നത് മറ്റൊന്നുമല്ല, നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇടവം ലഗ്നമായതുകൊണ്ട് എപ്പോഴും
ഇടവം ലഗ്നമായതുകൊണ്ട് പ്രത്യേകിച്ചും ദേവി ആരാധന വളരെ മുഖ്യമാണ് ഇവിടെ. ദേവി ആരാധനയിലൂടെ മാത്രമാണ് നമുക്ക് ഒരു ലഗ്നത്തിലെ രാഹുവിനെ മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. ശുക്രൻ്റെ രാശിയാണ് ഇടവം, അവിടെയാണ് രാഹു ഇരിക്കുന്നത്. രാഹു ഒരു അസുരനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവി ആരാധന, ദേവിയാണ് എപ്പോഴും അസുര നിഗ്രഹത്തിന്. ഏത് കഥകളിലും ദേവി അസുര നിഗ്രഹത്തിനായിട്ട് വരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ചൊവ്വ മഹാദശയിൽ ധാർമ്മികത ഒരു വിഷയമായിരിക്കും. ധാർമ്മികത നിലനിർത്താനുള്ളൊരു പാട് നമുക്കുണ്ടാകും, ഒരു വിഷമം ഉണ്ടാകും. അധർമ്മം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ചൊവ്വയുടെ 7ാം ദൃഷ്ടി ഭാരതത്തിൻ്റെ ജാതകത്തിൽ അഷ്ടമഭാവമായിട്ടുള്ള വ്യാഴത്തിൻ്റെ രാശിയായിട്ടുള്ള ധനുവിലേക്കുണ്ട്. ചൊവ്വയുടെ സപ്തമ ദൃഷ്ടി എന്ന് പറയുന്നതും ചൊവ്വ 7ാം ഭാവാധിപനായിട്ട്, അതായത് മാരകസ്ഥാനത്തിൻ്റെ അധിപനായിട്ട് ചൊവ്വയുടെ 7ാം ദൃഷ്ടി അഷ്ടമഭാവത്തിലേക്ക് പതിക്കുമ്പോൾ അതും ധാർമ്മികതയുടെ രാശിയായിട്ടുള്ള വ്യാഴത്തിൻ്റെ രാശിയായിട്ടുള്ള ധനുവിലേക്ക് പതിക്കുമ്പോൾ 12ാം ഭാവാധിപൻ കൂടിയായിട്ടുള്ള ചൊവ്വയാണ്. അപ്പോൾ അത് കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ ഇത് റിലീജിയൻ എന്നൊരു കാര്യത്തെ, മതം എന്നൊരു കാര്യത്തെ, പിന്നെ ഈ സെക്യുലറിസം എന്നൊരു കാര്യം, അതിനെ ഒന്ന് പിടിച്ചു കുലുക്കുന്നതായിരിക്കും. അപ്പോൾ സനാതനധർമ്മം ഫോളോ ചെയ്യുന്നവർ, ഒന്നുകൂടി പറയാം, അന്ധമായിട്ട് വിശ്വസിക്കുന്നവർ, ദൈവവിശ്വാസം അന്ധമായിട്ടുള്ളവർ, ഞാനൊന്നുമല്ല, എല്ലാം പ്രഭുവാണ്, എൻ്റെ ഇഷ്ടദൈവമാണ് എല്ലാം, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ശക്തിയില്ലെങ്കിൽ, ദേവി ഇല്ലെങ്കിൽ ഞാൻ ബലഹീനനാണ്, ദേവി ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിയുമില്ല, ബുദ്ധിരൂപേണ സംസ്ഥിത ദേവി തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അന്ധമായിട്ടുള്ളൊരു ദൈവവിശ്വാസിയാണ്. ഭഗവാനെ, നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ദശ എന്നത്, ഭാരതം എന്നത് വേറൊരാളോ നമ്മൾ വേറൊരാളോ അല്ല. നമ്മൾ ദേവി ആരാധന ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും അവനവനാൽ കഴിയുന്ന തരത്തിൽ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യൂ. ഓരോ വ്യക്തിയും അവനവന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഭാരതത്തിന് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന സമയങ്ങളിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ഞാനതിൽ വരാഹി അമ്മയുടെ ഫോട്ടോ വെച്ചിരുന്നു. വരാഹി അമ്മയെ നമുക്കൊരു ഗുരുവില്ലാതെ ഉപാസിക്കാൻ കഴിയില്ല, അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. എന്നാലും ഇവിടെ ഒരു സജഷൻ എന്നത്, വാരാഹി അമ്മയെ, ദേവി അമ്മയാണ്, പ്രകൃതിയാണ്. നാച്ചുറൽ സോഡിയാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവും. 4ാം ഭാവമാണ് കർക്കിടകം, ചന്ദ്രൻ്റെ രാശി. അതായത് അമ്മയെ സൂചിപ്പിക്കുന്ന രാശിയാണ് കർക്കിടകം. അമ്മയുടെ ഭാഗ്യസ്ഥാനം ഇവിടെ മീനമായിട്ടാണ് വരുന്നത്. മഹാവിഷ്ണുവിൻ്റെ അംഗമാണ് ജാതകം എന്നത് നമ്മൾ പഠിക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ അംഗമായിട്ടാണ് ആ ഒരു മേടം തൊട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിൽ 4ാം ഭാവം എന്നത്, കർക്കിടകം എന്നത് അമ്മയുടെ സ്ഥാനമാണ്. അപ്പോൾ അമ്മയുടെ ഭാഗ്യസ്ഥാനം എന്നത് മീനമാണ്, മീനം രാശിയാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ശനി ഇരിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് ജനിക്കണമെങ്കിൽ അമ്മ ഒരു പുണ്യം ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ എല്ലാവരുടെയും അമ്മമാർ ഒരു സന്താനം ഉൽപ്പാദിപ്പിക്കാനായിട്ട്, ഒരു സന്താനത്തെ സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു പുണ്യം ആ അമ്മ ചെയ്തിട്ടുണ്ടാകും. അതാണ് ഒരു സന്താന സുഖം അവർക്ക് കൊടുത്തത്. അല്ലാതെ ഒരു അമ്മയ്ക്കും സന്താനങ്ങളെ പ്രസവിച്ച് അതിനെ താലോലിക്കാൻ, സുഖം നേടാനും ഉള്ള ഒരു ആശീർവാദം, പുണ്യമില്ലെങ്കിൽ ലഭിക്കില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്നത് മീനം എന്നൊരു രാശി കൂടിയാണ്, അത് ദൈവികതയുടെ രാശി കൂടിയാണ്. പറഞ്ഞു വരുന്നത്, ഈ മീനത്തിൻ്റെ അധിപൻ അതിചാരിയായിട്ടാണ് വരുന്ന വർഷങ്ങളിൽ സഞ്ചരിക്കാൻ പോകുന്നതും. അതുകൊണ്ട് നേരത്തെ ഞാൻ ശനിയുടെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ വളരെയധികം മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇടവം ലഗ്നമായതുകൊണ്ട് ഈ ഒരു ഭാരതത്തിൻ്റെ ജാതകം ഇടവം ലഗ്നത്തിൽ ഉദിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ദേവി ആരാധന ഒന്നുകൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പലർക്കും നമ്മുടെ സമയം എന്നത് പ്രകൃതിക്ക് വേണ്ടി നീക്കി വയ്ക്കാനോ, ലോക നന്മയ്ക്ക് നീക്കി വയ്ക്കാനോ, ലോക സമാധാനത്തെ നീക്കി വയ്ക്കാനോ ഒക്കെ പലർക്കും അതിഷ്ടമില്ല. ചിലർക്ക് സമയമില്ല എന്നായിരിക്കും അതിൻ്റെ കാരണം പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രാരാബ്ധം തന്നെ ഒരുപാടുണ്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കും ആൾക്കാർ പറയുന്നത്. എൻ്റെ എളിയ സജഷൻ എന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാവരും അവരവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാരതത്തിന് തന്നെ ഉന്നതി ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞത്, കർക്കിടകം എന്നത് ആ ഒരു മാതൃസ്ഥാനമാണ്. മാതാവ് പ്രകൃതിയാണ്, ദേവിയാണ്, അമ്മയാണ്. ഈ പ്രകൃതിയെ എത്രമാത്രം നമ്മൾ സംരക്ഷിക്കുന്നുവോ അത്രയും പ്രകൃതി നമ്മളെയും സംരക്ഷിക്കും. അതാണ് ആ ഒരു ദേവി ആരാധനയുടെ ഗുണം എന്നത്. അപ്പോൾ വരുന്ന സമയങ്ങളിൽ ശനി തീർച്ചയായിട്ടും ഒരു പ്രകൃതി ദുരന്തം,
കൊണ്ടുത്തരും. അതിൻ്റെ ഒരു ട്രെയിലർ പോലെയാണ് ഇന്ന് അവിടെ എവിടെയായിട്ട് കാണുന്ന ചെറിയ ഭൂകമ്പങ്ങളായാലും പ്രശ്നങ്ങളും. പക്ഷേ ജലതത്വരാശി ആയതുകൊണ്ട് അത് കൊടുങ്കാറ്റായാലും ജലം മൂലമുള്ള പ്രശ്നങ്ങളായാലും ഒന്നും പേരെടുത്ത് പറഞ്ഞ് ഞാൻ അതിനെ പ്രൊനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് പ്രകൃതി ദുരന്തം എന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഈ 2.5 വർഷം എന്നത്. ശനി ആ ഒരു രേവതിയിലേക്കൊക്കെ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു തീവ്രത വരുന്നത്. ശനി ഇപ്പം മീനത്തിൽ പ്രവേശിച്ചതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ശനിയുടെ ഈ ഒരു ഗോചരം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു അത്രയും ഗുണം ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദേവി ആരാധന ചെയ്യൂ എന്നതാണ് സജഷൻ. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ വാരാഹി അമ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സനാതനധർമ്മം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വാരാഹി, അതായത് നമ്മൾ എപ്പോഴും കാണുന്ന മനുഷ്യമുഖം, ഹ്യൂമൻ ഫേസ് അല്ലാത്ത ദൈവങ്ങൾ, അതായത് ചിലപ്പോൾ ഹനുമാൻജിയെപ്പോലെ ശ്രീരാമഭക്തൻ, അപ്പോൾ ഹനുമാൻജിയെ ആരാധിക്കുന്നത്, അതുപോലെ വാരാഹി അമ്മയെ ആരാധിക്കുന്നത്, മഹാഗണപതി ഭഗവാനെ ആരാധിക്കുന്നത്, ഹയഗ്രീവൻ, അങ്ങനെയുള്ള ദൈവങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ സ്പെസിഫിക്കലി പറയുന്നത് വാരാഹി അമ്മയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത് എൻ്റെ ഉത്ഥാനത്തിന് വേണ്ടിയിട്ട്, അതായത് എന്നെ വലിയ തോതിൽ ഈ ഒരു ദശ ബാധിക്കാതിരിക്കാനായിട്ട് ഞാൻ എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. വാരാഹി അമ്മ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഫിയേഴ്സാണ്, വളരെയധികം എനർജറ്റിക്കാണ്. അതുകൊണ്ട് നമുക്കൊരു വ്യക്തമായ ഒരു ഗുരുവിൻ്റെ ഒരു ഉപദേശമില്ലാതെ അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്കൊരു വീട്ടിലൊരു ചെറിയ ഫോട്ടോയോ, അല്ലെങ്കിൽ അതും പറ്റില്ലെങ്കിൽ നമ്മുടെ മനസ്സിലെപ്പോഴും, നമ്മൾ 2 നേരം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലെപ്പോഴും അമ്മയുടെ രൂപം സങ്കല്പിച്ചിട്ട് കുറച്ച് സമയം ധ്യാനം ചെയ്യാം. ഒരു മന്ത്രവും കാര്യം ഒന്നും വേണ്ട, അമ്മയെ സ്മരിക്കുകയാണ്. സ്മരണ തന്നെ നവധാ ഭക്തിയിൽ ഒന്ന് സ്മരണയാണ്, ഓർമ്മയാണ്. അതായത് നമ്മൾ സ്തോത്രങ്ങൾ ശ്രവിക്കുന്നതും, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം, അങ്ങനെയുള്ള നവധാ ഭക്തികളിൽ ഒന്നാണ് സ്മരണം എന്നത്. അപ്പോൾ നമുക്കൊന്നും മന്ത്രങ്ങളൊന്നും വേണ്ട, പക്ഷേ ഈ ഒരു കാര്യം വേണം. ഇത് കുട്ടികളെയും പഠിപ്പിക്കണം. ദേവിയുടെ മുഖം എന്നത് തന്നെ, വാരാഹി അമ്മയുടെ മുഖം എന്നത് തന്നെ പല നെഗറ്റീവ് എനർജിയിൽ നിന്നും മാത്രമല്ല, ശരിക്കും ഒരു സനാതനധർമ്മത്തിനൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ഈ ദേവി. അതിനെപ്പറ്റി ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല. പക്ഷെ എന്നാലും ഇനി വരുന്ന സമയങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാം ദേവിയെപ്പറ്റി. ദേവിയുടെ പാട്ടുകളും സ്തോത്രങ്ങളൊക്കെ കേൾക്കാം. മന്ത്രങ്ങൾ ഉച്ചരിക്കരുത്, പക്ഷേ സ്തോത്രങ്ങളൊക്കെ കേൾക്കാവുന്നതാണ്. ദേവിയെ സ്മരിക്കുക, രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളെപ്പോഴും ഏത് ദൈവത്തെയും ശരണാഗതരായിട്ട് വിളിച്ചാൽ നമുക്കൊരു പ്രശ്നവുമില്ല. നമ്മൾ ആവശ്യപ്പെടാതിരിക്കുക. ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ പിന്നിലെ പ്രാരാബ്ധം എന്താണെന്ന് നമുക്കറിയില്ല. അതായത് ഒരുപാട് ആൾക്കാരെ, ഒരുപാട് സ്ത്രീകളെ പറ്റിച്ച്, ഒരുപാട് സ്ത്രീകളുടെ ശാപം വാങ്ങി, ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉപദ്രവിച്ച്, വളരെ വളരെ മൃഗീയമായിട്ട് ഉപദ്രവിച്ച ഒരു വ്യക്തി പുതിയൊരു ജന്മമെടുത്ത് ഈ ഒരു ജന്മത്തിൽ ആ വ്യക്തിയുടെ കല്യാണമേ നടക്കുന്നില്ല. പക്ഷെ മറ്റെല്ലാ ആംഗിളിലും ആ വ്യക്തി വളരെ നല്ല മനുഷ്യനായിരിക്കും, കല്യാണമേ നടക്കുന്നില്ല. പക്ഷെ അതിന് കാരണം എന്നത് മുൻജന്മത്തിലെ ആ ഒരു പാപകർമ്മങ്ങളാണ്. നമ്മുടെ പാസ്റ്റ് ലൈഫ്സിൽ അനേകം ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ എന്താണെന്ന് നമുക്കറിയാതെ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുമ്പോൾ അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയും നിർബന്ധമായിട്ടും എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ച് എപ്പോഴും ആവശ്യപ്പെടുന്നത് ശരിയല്ല. അത് ഞാൻ പല വീഡിയോകളായിട്ട് അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്, പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദേവിമാരെ ആരാധിക്കുമ്പോൾ അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, രക്ഷിക്കണേ, സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടും, പെൺകുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, വഴിതെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നേർവഴി കാണിക്കാൻ വേണ്ടിയിട്ട്, തെറ്റായ ബന്ധങ്ങളിൽ, തെറ്റായ വ്യക്തികളുമായിട്ട് തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് ഒക്കെ ഈ ഒരു സ്മരണ, ദേവിയെ സ്മരിച്ചിട്ട് രക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുക. രക്ഷിക്കണേ. ഞാൻ എന്ന ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് ശക്തിയോ കാര്യമോ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭഗവതിയുടെ കൃപ കൊണ്ടാണ്. ഏതെങ്കിലും തരത്തിൽ എനിക്ക് അന്നം കിട്ടുന്നുണ്ടെങ്കിൽ അത് ദേവിയുടെ കൃപ കൊണ്ടാണ്. അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് ശരിക്കും ആ ഭാവം ഉൾക്കൊണ്ട്, യഥാർത്ഥത്തിൽ ഒരു നാടകമല്ല, യഥാർത്ഥത്തിൽ നമുക്ക് കണ്ണുനീര് വരും ആ സമയങ്ങളിൽ. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത തെറ്റുകൾ പുറത്ത് തന്നിട്ട് എന്നെ രക്ഷിക്കണേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ, നേർവഴി കാണിക്കണേ എന്നൊരു കാര്യം ആവശ്യപ്പെടണം. ഇത് ചൊവ്വയുടെ മഹാദശ എന്ന് മാത്രമല്ല, എപ്പോഴും ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരു രക്ഷയ്ക്കായിട്ട് ദേവിയെ ഇങ്ങനെ വരാഹി അമ്മയെ ഇങ്ങനെ മനസ്സുകൊണ്ട് സ്മരിക്കുന്നത് നല്ലതാണ്. പ്രത്യക്ഷ അനുഭവം വരും. വഴിതെറ്റി പോവില്ല പെൺകുട്ടികൾ.
അതായത് അവരുടെ ഒരു മൂല്യങ്ങളെ അവരുടെ വേരിനെ വിട്ടിട്ട് അവർ എങ്ങും പോവില്ല. എപ്പോഴും ലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇത് ദേവി ആരാധന എന്നത് ഇടവം ലഗ്നമാണ്. ഇടവം ലഗ്നത്തിൻ്റെ പ്രാരാബ്ധ ഭാവം എന്നത് ദേവിയുടെ ശുക്രനെ തന്നെ സൂചിപ്പിക്കുന്ന തുലാം രാശിയാണ്. അതുകൊണ്ട് കൂടി എടുത്ത് പറയുകയാണ്, ദേവി ആരാധന എന്നത് ഒരു തവണയെങ്കിലും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ്. വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒരു തവണയെങ്കിലും ചൊല്ലുന്നത് നല്ലതാണ്. അതും ഒരു പ്രൊട്ടക്ഷനാണ്. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടും. എല്ലാവരും അവരവരുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിന്, പെൺകുട്ടികൾ വഴിതെറ്റിപ്പോവാതിരിക്കാനായിട്ട്, അതുപോലെ ധാർമ്മികത മുറുകെ പിടിക്കാനായിട്ട്, ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് നമ്മൾ ദേവി ആരാധനയിലേക്ക് കടക്കുമ്പോൾ, കൂടാതെ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് ഇതും ആവശ്യപ്പെടാവുന്നതാണ്. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ ക്ഷമിച്ചു തരണം. പ്രകൃതി അമ്മ തന്നെയാണ്. പ്രകൃതിയെ രക്ഷിക്കണമേ, ഞങ്ങളെ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കണമേ. അങ്ങനെയുള്ള ആവശ്യങ്ങൾ, അത് ശനിയുടെ ഒരു സ്വഭാവമാണ് ഇവിടെ. അതൊന്ന് ക്ലിയർ ചെയ്യും. അതായത് ശരിക്കും ശനിയുടെ ഈ ഗോചരം പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പലർക്കും ആ ഒരു മൗനം ഇഷ്ടപ്പെടും. ഒരുപാട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ പോകാൻ ഇഷ്ടപ്പെടില്ല. ഏകാന്തത ഇഷ്ടപ്പെടുന്നതായിട്ട് കാണും. ഇതിൽ രണ്ട് തരത്തിലുണ്ട്. ദശകൾ മോശമാണെങ്കിൽ ഈ ഏകാന്തത വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നവരും ഉണ്ടാകും. അതായത് കുറേ ആൾക്കാർ എന്തൊക്കെയോ പ്രാരാബ്ധം ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും പിന്നെ വരുന്ന വേദനകൾ എത്രമാത്രം ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വേദനകൾ വരികയാണ്. ശനി അങ്ങനെയാണ്, പതുക്കെയാണ്. മീനം കൂടിയാണിത്. അതുകൊണ്ട് ചില ആൾക്കാരുടെ വേദനകൾ വർദ്ധിക്കുന്നതായിട്ട് കാണാം ഈ ഒരു ശനിയുടെ ഗോചര സമയത്ത്. മീനം കൂടിയായതുകൊണ്ട്, അത് മീനമാണ്, മോക്ഷരാശിയാണ്. ആ വേദനകൾ വർദ്ധിപ്പിക്കും. ശനി വേദനയുടെ കാരണക്കാരനാണ്. അപ്പോൾ അങ്ങനെ വരുന്നതായിട്ടും കാണാം. പക്ഷെ ചിലർക്കിത് അനുഗ്രഹമായിരിക്കും. ആരാണോ ആ ശരണാഗതരായിട്ടുള്ളത്, ഞാനെന്ന ഒന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ കാരണമാണ്, ആ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. ചൊവ്വയുടെ മഹാദശ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയതിൻ്റെ പേരിൽ വിവാദങ്ങൾ വരിക, അതും സ്വാഭാവികമാണ് ബുധൻ്റെ രാശിയിലായതുകൊണ്ട്. പക്ഷെ ചില വിവാദങ്ങൾ നല്ലതുമാണ്. അതിനെപ്പറ്റി ആൾക്കാർ കൂടുതൽ ചിന്തിക്കും. എന്നിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ അന്വേഷിക്കും. അതിനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ദശാകാലം കൂടുതലായിട്ടും ഭാരതത്തിൽ ഇങ്ങനെ ചൊവ്വയുടെ മഹാദശ വരുമ്പോൾ, നിങ്ങൾക്കും ചൊവ്വാദശയാണെങ്കിൽ, സപ്പോസ് നിങ്ങളും ഇടവം ലഗ്നം, നിങ്ങളുടെ ചൊവ്വാദശയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മിഥുനത്തിലാണ് ചൊവ്വ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാശി ഏത് ലഗ്നത്തിലാണെങ്കിൽ നിങ്ങൾ ചൊവ്വ വളരെ പ്രബലനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ചൊവ്വ അഗ്നിതത്വ രാശികളിലാണെങ്കിൽ, നിങ്ങളുടെ ചൊവ്വ ഉച്ചത്തിലാണെങ്കിൽ, എന്താ പറയുക, നിങ്ങളുടെ ചൊവ്വ സ്വന്തം നക്ഷത്രങ്ങളിൽ ഇരിക്കുകയാണെങ്കിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ഒരു എനർജി കൂടുതലായിട്ട് അറിയാൻ കഴിയും. പലർക്കും വളരെയധികം പേര്, പ്രശസ്തി, ഉയർച്ച കൊടുക്കുന്നതാണ്. മാത്രമല്ല ഭാരതത്തിൽ സൈന്യത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതാണ്. നമ്മുടെ സുരക്ഷാ സേന എന്നത് എല്ലാ മേഖലയിലും, കരസേന മാത്രമല്ല എല്ലാ മേഖലയിലും വളരെയധികം ഉയർച്ച നേടുന്നതാണ്. അതേസമയം ഈ ഒരു ദശാകാലത്ത് സാമ്പത്തിക പ്രതിസന്ധി തീർച്ചയായിട്ടും തരും. സാധനങ്ങൾക്ക് വിലയൊക്കെ കൂടുന്നൊരു സമയമായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങളിലും ഒക്കെ ഒരു ഫ്ലക്ച്വേഷൻ കാണാവുന്നതാണ്. മാത്രമല്ല ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളിൽ പരിവർത്തനം വരാനും, അതിൻ്റെ ക്രയവിക്രയങ്ങൾക്ക് നിയന്ത്രണം വരാനും, കാരണം ചൊവ്വ ഭൂമിയുടെ കാരകഗ്രഹം കൂടിയാണ്. ചൊവ്വ ഇവിടെ മിഥുനത്തിലിരിക്കുകയാണ്. അതായത് ആ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സിൽ ഇപ്പോഴേ ആ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അതായത് ആ ഒരു രേഖകളെ, പ്രത്യേകിച്ച് മൂന്നാം ഭാവം എന്നത് ഈ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുന്നു. മിഥുനം എന്നത് നാച്ചുറൽ സോഡിയാക്കിലെ മൂന്നാം ഭാവമാണ്. അപ്പോൾ അവിടെ ചൊവ്വ ഇരിക്കുമ്പോൾ പല പ്രോസസ്സും എളുപ്പമായിട്ട് കിട്ടുകയും ചെയ്യും. എല്ലാം ഓൺലൈനായിട്ട് ചെയ്യാം. ദശാകാലത്ത് അങ്ങനെ ഒരു തട്ടിപ്പ് വെട്ടിപ്പ് എന്ന കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കില്ല എന്ന ഒരു രീതിയായിരിക്കും ചൊവ്വ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഇത് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളെയൊക്കെ കുറച്ചുകൂടി ബാധിക്കുന്നതായിരിക്കും. സാധാരണക്കാരായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരവരുടെ കുട്ടികളെ നാമം ചൊല്ലാനായിട്ട്, അതായത് ആ ഒരു ശീലം, മറ്റൊന്നും അമ്പലത്തിൽ പോകാൻ മടിയുണ്ടെങ്കിൽ, സത്സംഗം കാര്യങ്ങളിലൊക്കെ മടിയുണ്ടെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഒരു ഇഷ്ടദൈവത്തിൻ്റെ നാമം ചൊല്ലാൻ, അല്ലെങ്കിൽ ഒരു സ്തോത്രം റെഗുലറായിട്ട് വായിക്കാനുള്ളൊരു നിർബന്ധം അത് പഠിപ്പിക്കുക. ഒരു നേരമെങ്കിലും ഇരുന്നിട്ട്, എത്ര തിരക്കാണെങ്കിലും. കാരണം ഇത് ചൊവ്വ മിഥുനത്തിലായതുകൊണ്ട് ആ ടെക്നോളജിയെ കൂടുതലായിട്ട് കാണിക്കുന്നു. കൂടുതൽ ആൾക്കാർ ഈ ഓൺലൈനുമായിട്ടും അതുപോലെ ഈ മൊബൈൽ ഗെയിമിങ്ങും കാര്യങ്ങളും, കുട്ടികളാണെങ്കിൽ പോലും ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ പിടിയിലേക്ക് കൂടുതൽ വീണു പോകുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ
തീർച്ചയായിട്ടും നാമജപം എന്നൊരു കാര്യം അതൊരു ശീലമാക്കി മാറ്റണം. കൂടാതെ വാരാഹി അമ്മയെപ്പറ്റി കൂടുതൽ അറിയാനും വാരാഹി അമ്മയുടെ ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴാനും തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല ഗുണം ചെയ്യും. അത് സനാതനധർമ്മത്തിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാരാഹി അമ്മയുടെ കാര്യം എടുത്തു പറയുന്നത്. ചൊവ്വയുടെ മഹാദശയിൽ വിവിധ അന്തർദശകൾ വരും. ഓരോ ഗ്രഹങ്ങളും എവിടെ ഇരിക്കുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ട് ഗോചരത്തിലെ ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ടൊക്കെ പല ഫലങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷെ ജനറലി ഭാരതീയർ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ്. പ്രകൃതി സംരക്ഷണം എന്നൊരു കാര്യം, ദേവി ആരാധന എന്നൊരു കാര്യം, അത് നടപ്പിലാക്കേണ്ട സമയമാണ്. ദൈവങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ്. കാരണം ഇവിടെ ലഗ്നത്തിലിരിക്കുന്നത് അസുരനാണ്, കൂട്ടത്തിൽപ്പെടാത്ത ഒരാളാണ്. ഒരു സനാതനധർമ്മം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ലഗ്നത്തിൽ തനുഭാവത്തിലിരിക്കുന്നത് ഒരു രാക്ഷസനാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ ഒരു അസ്ഥിരതയുണ്ട് പല ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലും. അതുകൊണ്ട് ദേവീയാരാധന തന്നെയാണ് ധർമ്മത്തെ രക്ഷിക്കാനായിട്ട്, ദേവീയാരാധന തന്നെയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ഇഷ്ടദൈവത്തെയാണോ ആരാധിക്കുന്നത് ആ ദൈവത്തോട് ഇതുവരെ ഏത് നാമമാണോ ജപിച്ചത് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ ഈ പ്രാർത്ഥന പറയാവുന്നതാണ്. രാജ്യരക്ഷ, പ്രകൃതി സംരക്ഷണം, ഈ ഒരു കാര്യം ആവശ്യപ്പെടാവുന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു സദ്ഭാവന എന്നത്, നിങ്ങളുടെ ആ മനഃശുദ്ധി എന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭക്തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും ഭഗവാൻ. അതുകൊണ്ട് നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങൾ, നാമങ്ങൾ അത് തുടരാവുന്നതുമാണ്. അഡീഷണലി ആണ് വരാഹി അമ്മയെ പ്രാർത്ഥിക്കാനും വരാഹി അമ്മയുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും, അതുകൂടാതെ ഭദ്രകാളി, കാളിക്ഷേത്രങ്ങൾ, മഹാകാളി ക്ഷേത്രങ്ങൾ, അങ്ങനെ ഉഗ്രദൈവങ്ങളെ, നരസിംഹമൂർത്തി, ഇങ്ങനെയുള്ള ഉഗ്രദൈവങ്ങളുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും അവരെ പ്രീതിപ്പെടുത്താനും ഒക്കെ ശ്രമിക്കേണ്ടതാണ്. എത്രമാത്രം ഉഗ്രദൈവങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ച് പ്രീതിപ്പെടുത്തിയിട്ട് പ്രകൃതി സംരക്ഷണം, സനാതന ധർമ്മത്തിൻ്റെ സംരക്ഷണം ആവശ്യപ്പെടുന്നു അത്രയും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികളാണെങ്കിലും വരുന്ന 7 വർഷം എന്നത് സനാതന ധർമ്മം എന്നൊരു കാര്യം നിലനിർത്താനായിട്ട് ഉഗ്രദൈവങ്ങളെ ആരാധിക്കുന്നതും അവരെ പ്രീതിപ്പെടുത്തേണ്ടതും വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ഒരു ചെറിയ ഐഡിയ ചൊവ്വ മഹാദശയെപ്പറ്റി പറഞ്ഞു തരാനുള്ളത്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.